ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് ബ്ലെൻഡറിൽ ഇതേപോലത്തെ ഒരു ബാരൽ എങ്ങനെ ഇതേപോലെ ലോ പോളിയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ടെക്സ്ചർ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ, സിലിണ്ടർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുന്നു, മെഷിൽ സിലിണ്ടർ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ എഡിറ്റ് മോഡിൽ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചു, അതായത് ഗ്രൗണ്ട് പ്ലെയിനിലേക്ക് മൂവ് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ജസ്റ്റ് ടോപ്പിലെ വയർ ഫ്രെയിം മോഡിൽ ടോപ്പിലെ വെർട്ടെക്സ് മൊത്തം സെലക്ട് ചെയ്തു, കുറച്ച് മുകളിലേക്ക് സ്കെയിൽ ചെയ്ത് വെച്ചു, കുറച്ച് ഹൈറ്റ് കൂട്ടി. ഓക്കെ, ഇപ്പോൾ എഡിറ്റ് മോഡും ഒബ്ജക്റ്റ് മോഡ് സ്വിച്ച് ചെയ്യാനായിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ടാബ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ എഡിറ്റ് മോഡിലേക്കും ഒബ്ജക്റ്റ് മോഡിലേക്കും ഇങ്ങനെ സ്വിച്ച് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ ഒരു ലൂപ്പ് കട്ട് ആഡ് ചെയ്യണം. അതിനായിട്ട് ഞാൻ Ctrl+R പ്രസ് ചെയ്യുന്നു, ഒരു ലൂപ്പ് ആഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഞാൻ സെൻറ്ററിൽ ഒരു ലൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഈ ലൂപ്പ് ബെവൽ ചെയ്യണം. ഞാനിത് എഡ്ജ് മോഡ് സെലക്ട് ചെയ്യുന്നു, Ctrl+B പ്രസ് ചെയ്യുന്നു, ബെവൽ കൊടുക്കുന്നു. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ ലൂപ്പ് വന്നു കഴിഞ്ഞാൽ മൗസിലൊന്ന് സ്ക്രോൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ലൂപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ 2 ലൂപ്പേ ഉള്ളൂ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ വെച്ചു, ഈ ഒരു ഇത് ലെവലിൽ വെച്ചു. ഓക്കെ, ഇനി എനിക്കിത് പുറത്തേക്ക് സ്കെയിൽ ചെയ്യണം. അതിനായിട്ട് ഞാൻ എസ് പ്രസ് ചെയ്യുന്നു, സ്കെയിൽ ചെയ്യുന്നു. ഇപ്പം നിങ്ങളുടെ സെലക്ഷൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇത് സെലക്ട് ചെയ്യാനായിട്ട് ഫേസ് മോഡിൽ, അതായത് ഫേസ് മോഡിൽ ഓൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഈ ഒരു എഡ്ജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇത് ഫുള്ള് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഞാനിങ്ങനെ പുറത്തേക്ക് സ്കെയിൽ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരു ബാരലിൻ്റെ ഷേപ്പിൽ നമ്മൾ സ്കെയിൽ ചെയ്ത് വെക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ബാരലിൻ്റെ ഷേപ്പിൽ സ്കെയിൽ ചെയ്ത് വെച്ചു. ഓക്കെ, ഈ ഒരു ഷേപ്പിൽ സ്കെയിൽ ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ എല്ലാ ഒരു ഫുൾ എൻറ്റയർ മോഡിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ ഒരു പീസ് മാത്രം ലൂപ്സൊക്കെ ആഡ് ചെയ്തിട്ട് അത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ കൺട്രോൾ പ്രസ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, Ctrl+Shift പ്രസ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കണ്ടോ ഈ ഒരു ഫുൾ റോ സെലക്ട് ആയി. ഇനി ഞാനിത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് T ഞെക്കുന്നു, സെപ്പറേഷൻ, അതായത് സെലക്ഷൻ കൊടുക്കുന്നു. ജസ്റ്റ് P ഞെക്കുക, സെലക്ഷൻ കൊടുക്കുക. അപ്പോൾ ആ ഒരു മോഡൽ സെലക്ട് ആയിരിക്കുന്ന ഏതാണോ ആ ഒരു പാർട്ട് മാത്രം സെപ്പറേറ്റ് ആവും. എന്നിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു, ഹൈഡ് ചെയ്യുന്നു, അതായത് എച്ച് ഹൈഡ് ചെയ്യാനായിട്ട് എച്ച് പ്രസ് ചെയ്യാൻ മതി. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഈ ലെയറിൽ പോയിട്ട് ഇവിടുന്ന് ഈ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് അകത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്യണം. അതിന് നമുക്ക് നോർമൽ ഡയറക്ഷനിൽ എക്സ്ട്രൂഡ് ചെയ്യാനായിട്ട് Alt+E പ്രസ് ചെയ്യുക, എക്സ്ട്രൂഡ് ഫേസസ് അലോങ് നോർമൽസ് ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇങ്ങനെ അകത്തേക്ക് ആ ഒരു ഫേസ് ഓറിയൻറ്റേഷനിൽ തന്നെ എക്സ്ട്രൂഡ് ആവും. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഈ പ്രസ് ചെയ്താൽ ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നേരെ പോകും. ഓക്കെ, അപ്പോൾ ഞാൻ Alt+E പ്രസ് ചെയ്യുന്നു, ഫേസസ് എക്സ്ട്രൂഡ് അലോങ് നോർമൽസ് കൊടുക്കുന്നു, അകത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്തു. ഞാൻ ഈ ഒരു ഡെപ്താണ് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനൊരു ജസ്റ്റ് ഒരു ബെവൽ കൊടുക്കാനായിട്ട് എഡിറ്റ് മോഡ് എടുക്കുന്നു, ഓൾ സെലക്ട് ചെയ്യുന്നു, Ctrl+B പ്രസ് ചെയ്യുന്നു, ഒരു ചെറിയ ബെവൽ കൊടുക്കുന്നു. കണ്ടോ, ചെറിയൊരു ബെവൽ കൊടുത്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുത്തു. കണ്ടോ, അപ്പോൾ ഈ ഒരു ഏരിയ മാത്രം സ്മൂത്തായി, ബാക്കി ഹാർഡായിട്ടുള്ള ഏരിയ എല്ലാം ഹാർഡായി കിടന്നു. ഞാനിപ്പോൾ ഓട്ടോ സ്മൂത്ത് വാല്യൂ 30 ഡിഗ്രിയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പീസ് നമ്മൾ സെറ്റാക്കി. ഇനിയിപ്പോൾ ഈ ഒരൊറ്റ പീസ് മതി നമുക്ക് ഫുള്ള് റൊട്ടേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ കറക്റ്റായിട്ട് ഇപ്പം നിങ്ങളിപ്പോൾ എഡിറ്റ് മോഡിൽ ഓൾ സെലക്ട് ചെയ്യുക, ഇവിടെ പോയിട്ട് ഒറിജിൻ 3D കർസർ കൊടുക്കുക. 3D കർസർ സെൻറ്ററിലാണ് വെച്ചിരിക്കുന്നത്. 3D കർസർ എടുത്തു. ഇപ്പം നിങ്ങളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു മെഷർമെൻറ്റ് കിട്ടത്തില്ല ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം സിലിണ്ടർ എടുത്തപ്പോൾ സെഗ്മെൻറ്റ് കൊടുത്തത് 12 ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റർ എടുക്കുക, ഇതിൽ 360 ഡിവൈഡഡ് ബൈ നിങ്ങൾ എത്ര കൗണ്ടാണോ കൊടുത്തത് അത്രയും കൗണ്ട് 12 കൊടുക്കുക. അപ്പോൾ കണ്ടോ നമുക്ക് 30 കിട്ടി. അപ്പോൾ 30 ആണ് നമ്മുടെ ആംഗിൾ. അപ്പോൾ ഞാൻ എഡിറ്റ് മോഡിൽ ഓൾ സെലക്ട് ചെയ്യുന്നു, Shift+D പ്രസ് ചെയ്യുന്നു, R പ്രസ് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു, ഇവിടെ ആംഗിളിൽ 30 കൊടുക്കുന്നു. കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് സ്നാപ്പായി. ഇനി ഞാൻ Shift+R ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരുന്ന ആ ലാസ്റ്റ് ആക്ഷൻ റിപ്പീറ്റ് ആവും. കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് ഒരു ഷേപ്പ് കിട്ടി, ബാരലിൻ്റെ ഷേപ്പ് കിട്ടി. കേട്ടോ, ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു റിങ് ആഡ് ചെയ്യണം, അതായത് ഒരു മെറ്റൽ റിങ് ആഡ് ചെയ്യണം. അപ്പോൾ ആ മെറ്റൽ റിങ് ആഡ് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് ടോപ്പ് വ്യൂവിൽ പോകുന്നു, Shift+A പ്രസ് ചെയ്യുന്നു, സർക്കിൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് വയർ ഫ്രെയിം എടുത്താൽ കാണാം സർക്കിൾ ഇവിടെ വന്നിട്ടുണ്ട്. കേട്ടോ, ഇപ്പോൾ ഈ സർക്കിൾ ഞാൻ ജസ്റ്റ് വെച്ചു, ഈ പ്രസ് ചെയ്യുന്നു, മുകളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ, ഈ ഒരു സൈസിൽ ഞാൻ എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് അകത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്യണം. അതിന് ഞാൻ ഓൾ സെലക്ട് ചെയ്യുന്നു, നേരത്തെ ചെയ്ത പോലെ Alt+E ഫേസ് എക്സ്ട്രൂഡ് അലോങ് നോർമൽസ് കൊടുക്കുന്നു, അകത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ, അകത്തേക്ക് ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് താഴേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് നമ്മുടെ ഇവിടെ വന്നു. ഇപ്പോൾ കണ്ടോ ഈ സൈസ് കറക്റ്റ് അല്ല. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് എസ് പ്രസ് ചെയ്ത് ഇപ്പം നമ്മൾ 3D കർസർ സെൻറ്ററിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോവുള്ളൂ. ഓക്കെ, മേളിലേക്ക്. ഇപ്പോൾ ഈ ഒരു ആക്സിസിൽ തന്നെ സ്കെയിൽ ചെയ്യാനായിട്ട് നമ്മൾ മീഡിയൻ പോയിൻ്റ് കൊടുക്കുക, സ്കെയിൽ ചെയ്യുക. കണ്ടോ, അപ്പോൾ ആ ഒരു ഇതിൽ സ്കെയിൽ ആവും. അപ്പോൾ ഞാനിങ്ങനെ സ്കെയിൽ ചെയ്ത് വെച്ചു. ഓക്കെ,
ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ ഒരു ബെവൽ ആഡ് ചെയ്യണം. ബെവൽ ആഡ് ചെയ്യാനായിട്ട് ഞാൻ ഈ എഡ്ജ് ഫുള്ള് സെലക്ട് ചെയ്യാനായിട്ട് ഓൾട്ട് ഷിഫ്റ്റ് നേരത്തെ ചെക്കിയ പോലെ ഓൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, എഡ്ജിൽ ക്ലിക്ക് ചെയ്യുക. അതായത് എഡ്ജ് മോഡിലായിരിക്കണം. അതേപോലെ താഴെയും ക്ലിക്ക് ചെയ്തു, കൺട്രോൾ ബി പ്രസ് ചെയ്തു, ഒരു ബെവൽ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക്, ഷെയ്ഡ്, ഓട്ടോ സ്മൂത്ത്. ഓക്കെ, ഒരു സ്മൂത്തും കിട്ടി. ഇനി ഞാൻ ജസ്റ്റ് താഴേക്ക് മൂവ് ചെയ്ത് നോക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് നട്ട് ആഡ് ചെയ്യണം. അതായത് ഈ ഒരു ബാരലിൽ ടൈ ചെയ്ത് വെച്ചേക്കുന്ന നട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എല്ലായിടത്തും മാനുവലായിട്ട് ആഡ് ചെയ്യുന്നില്ല, നമുക്ക് ഒരു സ്ഥലത്ത് മാത്രമേ ആഡ് ചെയ്താൽ മതി. കാരണം ഈ മോഡൽ സിമെട്രി ആയതുകൊണ്ട് നമുക്ക് മിറർ ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു ബാരലിന് ജസ്റ്റ് ഇവിടെ റീനെയിം കൊടുക്കാൻ ബിന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഈ ഒരു ഒബ്ജക്റ്റിന് ഞാൻ ബിന്ന് പേര് കൊടുക്കുന്നു, എന്നിട്ട് ഹൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ സർക്കിളുണ്ട്. സർക്കിളിന് ഞാൻ ജസ്റ്റ് സി എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് സി സർക്കിൾ, ബി ബാരൽ. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ടോപ്പ് വ്യൂവിൽ പോകുന്നു. അതായത് വയർ ഫ്രെയിം മോഡും ഇതൊക്കെ സ്വിച്ച് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെഡ് പ്രസ് ചെയ്യുക. അപ്പോൾ വയർ ഫ്രെയിം മോഡ് സെഡ് പ്രസ് ചെയ്യുക, സോളിഡ് മോഡ് സെഡ് പ്രസ് ചെയ്യുക, മെറ്റീരിയൽ മോഡ്. ഓക്കെ, ഞാനിപ്പോൾ വയർ ഫ്രെയിം സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് വയർ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ഫേസ് മോഡിൽ പോകുന്നു, ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഡ്രാഗ് ചെയ്യുന്ന ടൂൾ എടുക്കാനായിട്ട് ഇവിടെ വന്നിട്ട് ഈ ബോക്സ് സെലക്ട് ബോക്സ് ഇത് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു, ഇതും സെലക്ട് ചെയ്തു, ഈ ഒരു ഏരിയ മൊത്തം സെലക്ട് ചെയ്തു. അതായത് ഈ സൈഡ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്യുന്നു, സ്പേസ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ മാത്രം നമ്മുടെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു നെറ്റ് ആഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങളൊരു സിലിണ്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ 3D കർസറിലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് അത് ഇവിടെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു എഡ്ജ് സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് എസ് ഞെക്കുന്നു, കർസർ ടു സെലക്റ്റഡ്. അപ്പോൾ നമ്മുടെ 3D കർസർ ഇവിടെ വന്നു. ഇനി ഞാൻ ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുന്നു, മെഷിൽ സിലിണ്ടർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിന് ഞാനൊരു 15 കൊടുക്കുവാണ്. ഓക്കെ, 15 കൊടുത്തു. എഡിറ്റ് മോഡിൽ സ്കെയിൽ ചെയ്തു. ഓക്കെ, എഡിറ്റ് മോഡിൽ സ്കെയിൽ ചെയ്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് മൂവ് ചെയ്ത് മുകളിലേക്ക് വെച്ചു. ഒരു നെറ്റിൻ്റെ ഡെപ്ത് ആഡ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഫേസ് സെലക്ട് ചെയ്യുന്നു, ഐ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യുന്നു, ഇ എക്സ്ട്രൂഡ് താഴേക്ക് എക്സ്ട്രൂഡ് ചെയ്യുന്നു, എസ് സ്കെയിൽ, ഇങ്ങനെ സ്കെയിൽ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനിയിപ്പോൾ താഴത്തെ ഫേസ് നമുക്ക് ആവശ്യമില്ല. താഴത്തെ ഫേസിനെ സെലക്ട് ചെയ്യുന്നു, കുറച്ച് ഇങ്ങനെ ഒരു ഡെപ്ത് കൊടുത്തു, സ്കെയിൽ ചെയ്തു, ഫേസ് സെലക്ട് ചെയ്യുന്നു, അതായത് ഡിലീറ്റ് പ്രസ് ചെയ്യുന്നു, ഫേസ്. അപ്പോൾ ആ ഫേസ് ഡിലീറ്റ് ആയി. ഇനിയിപ്പോൾ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഷെയ്ഡ്, ഓട്ടോ സ്മൂത്ത്. കണ്ടോ, ഒരു സ്മൂത്തായി. ഇനിയിപ്പോൾ നമുക്ക് ഇതിവിടെ റൊട്ടേറ്റ് ചെയ്ത് നോക്കണം. അതിനായിട്ട് തന്നെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റ് മോഡിൽ പോവുക, ഇതിവിടെ കൊണ്ടുവരിക, RY90. അപ്പോൾ ഇത് Y ആക്സിസിൽ റൊട്ടേറ്റ് ആയി. ഓക്കെ, ഇതിപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടോപ്പ് വ്യൂവിൽ പോയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കുക, R പ്രസ് ചെയ്യുക, ഇവിടെ കൊണ്ടുവെക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ 2 കോപ്പിയും കൂടി എടുക്കുക. അപ്പോൾ കോപ്പി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ 3D കർസർ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇത് നമുക്ക് സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്യുന്നു, കർസർ ടു വേൾഡ് ഒറിജിൻ. കണ്ടോ, ഇപ്പോൾ ഇത് സെൻറ്ററിൽ വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് 3D കർസർ സെലക്ട് ചെയ്യുക, ഇത് എഡിറ്റ് മോഡിൽ ഓൾ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ചു, ഇങ്ങോട്ട് വന്ന് റൊട്ടേറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനിയിപ്പോൾ ഇത് രണ്ട് ഒബ്ജക്റ്റാണ്. എനിക്കിപ്പോൾ ഇത് ഈ സിയിലേക്ക് ജോയിൻ ചെയ്യണം. ഇനി ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഇത് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ കൺട്രോൾ ജെ പ്രസ് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ ഇത് ഒറ്റ ഒബ്ജക്റ്റായി. കണ്ടോ, ഒറ്റ ഒബ്ജക്റ്റായി. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് മിറർ ചെയ്യുക. അതിന് ഇവിടെ മോഡിഫയറിൽ പോവുക, ആഡ് മോഡിഫയർ, അതിൽ ജനറേറ്റ് മിറർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഓൾറെഡി എക്സ് എനേബിൾഡ് ആണ്, അതുകൊണ്ട് എക്സിലേക്ക് മിററായി. ഇനി നമുക്ക് ഇത് വൈയിലേക്കും കൂടെ മിറർ ചെയ്യണം. അതിന് ഞാൻ വൈയു എനേബിൾ ചെയ്തു, അപ്പോൾ വൈയിലേക്ക് മിററായി. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഇവിടെ പോകുന്നു, അപ്ലൈ കൊടുക്കുന്നു. കണ്ടോ, ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഒരു ലോക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ബി ഇല്ലേ, ഇത് നമ്മൾ അൺഹൈഡ് ചെയ്യുക. അതിന് ഇവിടെ പോയി ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഓൾട്ട് എച്ച് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തതാണ് ഈ സാധനം, അതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഓഫ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത മോഡൽ. ഓക്കെ, ബാരൽ. ഇപ്പോൾ നമ്മൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് നമുക്ക് താഴേക്ക് വെച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുന്നു, ടാബ് പ്രസ് ചെയ്യുന്നു, എഡിറ്റ് മോഡ്, എ ഓൾ സെലക്ട്, ഷിഫ്റ്റ് ഡി, താഴേക്ക് മൂവ് ചെയ്തു. ഓക്കെ, സിമ്പിളാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇതിലേക്ക് ജോയിൻ ചെയ്യുക. അതിന് വേണ്ടി ഇത് സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ജെ. കണ്ടോ, ഇത് മൊത്തം ഇപ്പം ഒറ്റ ഒബ്ജക്റ്റായി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിനൊരു ടോപ്പ് ക്യാപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഹൈഡ് ചെയ്ത സിലിണ്ടറില്ലേ, നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ, അത് സെലക്ട് ചെയ്യുന്നു, അത് അൺഹൈഡ് ചെയ്യുന്നു, അത് ഇവിടെ കിടപ്പുണ്ട് സിലിണ്ടർ എന്ന് പറഞ്ഞ്. ഇത് സെലക്ട് ചെയ്യുന്നു, ഇതിൽ ടോപ്പിലത്തെ ഫേസിൽ ഇത് മാത്രം സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ഐ പ്രസ് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു.
ഓക്കെ, ഇപ്പം നമുക്ക് ഈ ടോപ്പിലെ ഫേസ് മാത്രം കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഈ വെർട്ടെക്സ് ഒക്കെ ഒന്ന് ജോയിൻ ചെയ്യണം. 2 വെർട്ടെക്സ് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ വെർട്ടെക്സ് സെലക്ട് ചെയ്യുന്നു, ഈ വെർട്ടെക്സ് സെലക്ട് ചെയ്യുന്നു, ജെ കണ്ടോ. അതേപോലെ ജെ പ്രസ് ചെയ്ത് ഞാനിതെല്ലാം ഇങ്ങനെ ജോയിൻ ചെയ്ത് വിടുക. ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഈ എഡ്ജ് മോഡിൽ പോകുന്നു. ഈ എഡ്ജ് മാത്രം സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ ബി, അത് ബെവലിനുള്ള ഷോർട്ട് കീയാണ്. കൺട്രോൾ ബി പ്രസ് ചെയ്തു, ബെവൽ കൊടുത്തു. ഓക്കെ, ഇപ്പം നമ്മളുള്ളത് എഡ്ജ് മോഡിലാണ്. ഇവിടുന്ന് ഞാൻ ഫേസ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ കൺട്രോൾ ഐ പ്രസ് ചെയ്യുന്നു. അപ്പോൾ സെലക്ഷൻ്റെ ഇൻവേഴ്സ് സെലക്ട് ആയി. എന്നിട്ട് ഞാൻ ഈ പ്രസ് ചെയ്ത് എക്സ്ട്രൂഡ് കൊടുത്തു. കണ്ടോ, ഈ ഒരു ഡെപ്ത് കൊടുത്തു ആ ഒരു ക്യാപ്പിന് വേണ്ടി. എന്നിട്ട് ഞാൻ എ പ്രസ് ചെയ്യുന്നു, ഓൾ സെലക്ട് ചെയ്യുന്നു, എഡ്ജ് മോഡിൽ പോകുന്നു, ജസ്റ്റ് കൺട്രോൾ ബി പ്രസ് ചെയ്യുന്നു, ബെവൽ കൊടുക്കുന്നു. കണ്ടോ, ബെവൽ കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഷെയ്ഡ് ഓട്ടോ സ്മൂത്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ ബി ഇല്ലേ, ബി അൺഹൈഡ് ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ ഒരു ക്യാപ്പ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പൊസിഷൻ കറക്റ്റ് അല്ല. നമുക്ക് താഴേക്ക് മൂവ് ചെയ്ത് വെക്കാനായിട്ട് ഓൾ സെലക്ട് ചെയ്യുന്നു, എഡിറ്റ് മോഡിൽ താഴേക്ക് കുറച്ച് മൂവ് ചെയ്ത് വെച്ചു. കണ്ടോ ക്യാപ്പ്. ഇനിയിപ്പോൾ താഴെയും ക്യാപ്പ് വേണം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യുന്നു, താഴേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇത് മേളിലേക്ക് ഫേസ് ചെയ്തായിരിക്കുന്നത്. ഓക്കെ, കണ്ടോ. അപ്പോൾ നമുക്കിത് തിരിച്ച് താഴേക്കാക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണ്ടേ, എഡിറ്റ് മോഡിൽ ഓൾ സെലക്ട് ചെയ്തിട്ട് എസ് പ്രസ് ചെയ്യുക, സെഡ് പ്രസ് ചെയ്യുക, -1 കൊടുക്കുക. എസ് സെഡ് -1 കണ്ടോ. അപ്പോൾ അത് താഴേക്കായി. ഇനി ഞാൻ ജസ്റ്റ് ജി പ്രസ് ചെയ്യുന്നു, മുകളിലേക്ക് മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇങ്ങനെ വെച്ചു. ഇനി ഞാൻ ഇതും സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ ജെ കമ്പൈൻ ചെയ്തു. കണ്ടോ, ഇപ്പോൾ ഇത് ഫുള്ള് ഒറ്റ ഒബ്ജക്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നോർമൽസ് വല്ലതും ഫ്ലിപ്പാണോ, ഓറിയൻറ്റേഷൻ ഫ്ലിപ്പാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഐക്കൺ പ്രസ് ചെയ്യുക, അവിടെ ഫേസ് ഓറിയൻറ്റേഷൻ എനേബിൾ ചെയ്യുക. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ബാരലിൻ്റെ നോർമൽസ് ഫ്ലിപ്പാണ്. ഇത് ഫിക്സ് ചെയ്യാനായിട്ട് എഡിറ്റ് മോഡിൽ ഓൾ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ഫ്ലിപ്പായി. ഇവിടെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാം ബ്ലൂ കളറിലാണ് ഇരിക്കേണ്ടത്. അതായത് റെഡ് കളറിലാണ് ഇരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ റെഡ് കളറിലായിരിക്കുന്നതെങ്കിൽ നോർമൽസ് ഫ്ലിപ്പാണ്. ഓക്കെ, നമുക്ക് ബ്ലൂ കളറിലാണ് ഇരിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോർമൽസ് കറക്റ്റ് ചെയ്തു. ഇനി ജസ്റ്റ് ഇവിടെ പോവുക, ഇത് ഓഫ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ അടുത്ത് നമ്മൾ ഇതിന് ടെക്സ്ചർ ചെയ്യണം. അപ്പോൾ ടെക്സ്ചർ ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ 2 മെറ്റീരിയൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വുഡിൻ്റെ ടെക്സ്ചറും ഉണ്ട്, അതിൻ്റെ നോർമൽ മാപ്പും ഉണ്ട്. ഇതിൻ്റെ നോർമൽ മാപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നമ്മളൊരു GTA 6 ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലുണ്ട് നോർമൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ വുഡിൻ്റെ ഒരു ടെക്സ്ചറുണ്ട്, അതിൻ്റെ നോർമൽ മാപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പാത്ത് കോപ്പി ചെയ്യുന്നു, ഇവിടെ വരുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ആദ്യം ഒരു മെറ്റീരിയൽ ആഡ് ചെയ്യുക. ഇനി ഞാൻ വുഡ് എന്ന് പേര് കൊടുക്കുന്നു, WOOD, വുഡ് എന്ന് പേര് കൊടുത്തു. ഇപ്പം നമുക്ക് മെറ്റീരിയൽ അപ്ലൈ ആവുമെന്ന് അറിയാൻ പറ്റത്തില്ല. അതിന് നമ്മൾ മെറ്റീരിയൽ മോഡിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ സെഡ് പ്രസ് ചെയ്തു, മെറ്റീരിയൽ പ്രിവ്യൂ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ ടെക്സ്ചർ ഒന്ന് ആഡ് ചെയ്തിട്ടാണ് ഇത് വൈറ്റ് കളറിൽ ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ബേസ് കളറിൽ പോകുന്നു, ക്ലിക്ക് ചെയ്യുന്നു, ഇമേജ് ടെക്സ്ചർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ അപ്പോൾ കണ്ടോ ബ്ലാക്ക് ആയി, കാരണം നമ്മൾ ടെക്സ്ചർ ഒന്നും ലോഡ് ചെയ്തിട്ടില്ല. ഇപ്പം ന്യൂ ഉണ്ട്, ഓപ്പൺ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓൾറെഡി ടെക്സ്ചർ ഉള്ളതുകൊണ്ട് നമ്മൾ ഓപ്പൺ പ്രസ് ചെയ്യുന്നു, പാത്ത് പേസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ വുഡ് ടെക്സ്ചർ സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ ഇമേജ് കൊടുക്കുന്നു. കണ്ടോ, ഇതിപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് അൺറാപ്പ് ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതുണ്ട്, ഇതൊക്കെ ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കിത് അൺറാപ്പ് ചെയ്യാനായിട്ട് ഞാൻ ജസ്റ്റ് എഡിറ്റ് മോഡിൽ ഈ വുഡ് പാർട്സ് എല്ലാം സെലക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ സെലക്ട് ചെയ്യാനായിട്ട് എല്ല് പ്രസ് ചെയ്താൽ മതി. നമ്മുടെ മൗസ് ഇരിക്കുന്ന ഏത് ഒബ്ജക്റ്റിൻ്റെ അടുത്താണോ ആ ഒബ്ജക്റ്റ് സെലക്ട് ആവും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വുഡ് പാർട്സ് എല്ലാം സെലക്ട് ചെയ്തു. ജസ്റ്റ് ഇനി യു പ്രസ് ചെയ്യുന്നു, സ്മാർട്ട് UV പ്രൊജക്റ്റ്, അതായത് ബ്ലെൻഡർ തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അൺറാപ്പ് ചെയ്തോളൂ. കണ്ടോ, കറക്റ്റായിട്ട് അൺറാപ്പ് ചെയ്തു. ഇപ്പോൾ കാണാം ഈ വുഡിൻ്റെ ലൈൻസ് എല്ലാം പോകുന്നത് കറക്റ്റ് നേരെയാണ്. ഓക്കെ, കറക്റ്റായിട്ട് അൺറാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ടോ, ഈ ടെക്സ്ചർ കുറച്ച് സൂം ആയിട്ടായിരിക്കുന്നത്. അതായത് ടെക്സ്ചറിന് കുറച്ച് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ നമുക്കിത് കുറച്ച് സ്കെയിൽ ഡൗൺ ചെയ്യണം. അതിന് ഞാൻ ഈ ഷെയ്ഡിങ്ങിൽ പോകുന്നു. അവിടെ ഓൾറെഡി നമ്മുടെ ടെക്സ്ചർ കണക്റ്റ് ആയിട്ടിരിക്കുന്നതാണ്. എന്നിട്ട് ഞാൻ ഇത് ക്ലിക്ക് ചെയ്തു, കൺട്രോൾ T പ്രസ് ചെയ്തു. കണ്ടോ, അപ്പോൾ നമ്മുടെ മാപ്പിങ്ങും ടെക്സ്ചർ കോർഡിനേറ്റ്സും വന്നു. ഇത് വെച്ച് നമുക്ക് ടൈൽ ചെയ്യാം. ഇങ്ങനെ കൺട്രോൾ T പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആണെങ്കിൽ ജസ്റ്റ് എഡിറ്റിൽ പോവുക, പ്രിഫറൻസിൽ പോവുക, അവിടെ നോഡെന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഈ നോഡ് ആംഗുലർ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫീച്ചർ കിട്ടും. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ താഴെ വന്നു, ഈ സ്കെയിലിൽ ഞാൻ ജസ്റ്റ് 2 കൊടുക്കുന്നു. കണ്ടോ, അപ്പോൾ ടെക്സ്ചർ കുറച്ച് സ്കെയിൽ കുറച്ച് ചെറുതായി ടെക്സ്ചർ സ്കെയിൽ ഡൗൺ ആയി. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലും ചെറുതാക്കണേ 3 പ്രസ് ചെയ്ത് 3 ടൈപ്പ് ചെയ്താൽ കുറച്ചും കൂടെ ചെറുതാവും. എനിക്കിപ്പോൾ 2 ഓക്കെയാണ്. അവിടെ ഞാൻ എല്ലാ X, Z, Y ഇവിടെ 3 സ്ഥലത്തും 2 കൊടുക്കുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത് കുറച്ച് ഫ്ലാറ്റാണ്, അതായത് ഡെപ്ത് ഇല്ല. അപ്പം അതിന് വേണ്ടി ഡെപ്ത് അടിയാനാണ് നമ്മൾ നോർമൽ മാപ്പ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ നോർമൽ മാപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വലുതാക്കി വെക്കാം കാണാനായിട്ട്. ഓക്കെ, ഇങ്ങനെ ഇത് മൂവ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോർമൽ മാപ്പ് ഇമ്പോർട്ട് ചെയ്യണം, വുഡിൻ്റെ നോർമൽ മാപ്പ്. അതിന് ഷിഫ്റ്റ് A പ്രസ് ചെയ്യുന്നു, സെർച്ചിൽ
നോർമൽ മാപ്പ് എന്ന് സെർച്ച് ചെയ്യുക. കണ്ടോ, അപ്പോൾ നോർമൽ മാപ്പ് എന്ന് പറയുന്നൊരു നോഡ് വന്നു. ഇത് ഞാനിവിടെ സെലക്ട് ചെയ്തു, ഇത് ഇവിടെ വെച്ചു. എന്നിട്ട് ഞാൻ ഈ നോർമലിലേക്ക് കണക്ട് ചെയ്തു. പക്ഷേ കണ്ടോ, ഇവിടെ ഒന്നും ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല, കാരണം നമ്മൾ നോർമൽ മാപ്പ് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഷിഫ്റ്റ് എ പ്രസ് ചെയ്യുന്നു, സെർച്ചിൽ ഇമേജ് ടെക്സ്ചർ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇമേജ് ടെക്സ്ചർ ലോഡ് ചെയ്യാനുള്ള നോഡ് എടുക്കുക. ഇതിൽ നമ്മൾ ഓപ്പൺ പ്രസ് ചെയ്യുക, പാത്ത് കോപ്പി ചെയ്യുക, എവിടെയാണോ നോർമലി കിടക്കുന്നത് അത് സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഇവിടെ നമ്മൾ നോൺ കളർ കൊടുക്കണം. അതായത് ഡിഫോൾട്ടായിട്ട് RGB ആയിരിക്കും, അത് മാറ്റിയിട്ട് നോൺ കളർ കൊടുക്കണം. എന്നിട്ട് കളറ് ഈ നോർമൽ നോഡിൻ്റെ കളറിലേക്ക് ക്ലിക്ക് ചെയ്യുക, കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം നോർമൽ വന്നിട്ടുണ്ട്. പക്ഷേ കണ്ടോ, നോർമൽ കുറച്ച് വലുതായിട്ടായിരിക്കുന്നത്, കാരണം നമ്മൾ ഓൾറെഡി ടെക്സ്ചർ ടൈൽ ചെയ്തിട്ടുണ്ട്, നോർമൽ ടൈൽ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ സെയിം ടൈലിങ് ഇതിന് കിട്ടാനായിട്ട് ഈ ഒരു മാപ്പിങ്ങിൻ്റെ ഇവിടുന്ന് ഈ ഒരു വെക്ടർ എന്ന് പറയുന്ന ഈ നോഡ് ഡ്രാഗ് ചെയ്ത് ഈ ഒരു നോർമലിൻ്റെ ഇമേജിൻ്റെ വെക്ടറിലേക്ക് കണക്ട് ചെയ്യുക. കണ്ടോ, അപ്പോൾ ആ നോർമൽ മാപ്പിനും സെയിം ടൈലിങ് കിട്ടി. ഇനിയിപ്പോൾ നമ്മളിവിടെ ടൈലിങ് അഡ്ജസ്റ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നോർമൽ മാപ്പിൻ്റെയും ടെക്സ്ചറിൻ്റെ ടൈലിങ് ഒരേപോലെ അഡ്ജസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ച് 2 കൊടുക്കുക. ഓക്കെ, കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ, അതായത് മെറ്റൽ ആഡ് ചെയ്യണം. അതിന് ഞാൻ ജസ്റ്റ് എവിടെയാണോ ഈ മെറ്റൽ, ആ ഒരു മെറ്റൽ പാർട്സ് സെലക്ട് ചെയ്യുന്നു. എഡിറ്റ് മോഡിൽ L പ്രസ് ചെയ്ത് ഇത് 2 സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഇവിടെ വുഡിൻ്റെ ടെക്സ്ചറുണ്ട്. ഇനി ഞാൻ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ അസൈൻ കൊടുക്കുന്നു, ന്യൂ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ബ്ലാക്ക് മെറ്റൽ എന്ന് കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ ഇതിന് ഒരു മെറ്റൽ പ്രോപ്പർട്ടീസ് കൊടുക്കാനായിട്ട് ഈ മെറ്റാലിക്കിൽ, അതായത് നമ്മളിവിടെ ബ്ലാക്ക് മെറ്റൽ കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു നോഡ് പ്രിൻസിപ്പൽ BSDF ഈ നോഡ് ഇവിടെ വരും. ഇവിടെ നമ്മൾ മെറ്റാലിക്ക് ഒരു 0.95 കൊടുക്കുന്നു. കണ്ടോ, അപ്പം എന്നിട്ട് റഫ്നെസ് 0.25 കൊടുത്തു. കണ്ടോ, ഇപ്പോൾ ഒരു മെറ്റാലിക് ഫീൽ ഉണ്ട്. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളറാണ് വേണ്ടത്. അപ്പോൾ ഈ ബേസ് കളർ സെലക്ട് ചെയ്യുക, ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് ഒരു ബ്ലാക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലാക്ക് കൊടുത്തു. കണ്ടോ, ഒരു ബ്ലാക്ക് മെറ്റാലിക് ഫീൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ നട്ട് സെലക്ട് ചെയ്യണം. ഒരു വയർ ഫ്രെയിം മോഡിൽ പോകുന്നു, ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ഈ നട്ടെല്ലാം സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നട്ട് മാത്രം ഇപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് നമുക്ക് വേറൊരു മെറ്റീരിയൽ കൊടുക്കണം. അതിന് ഇതേപോലെ തന്നെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു, അസൈൻ കൊടുക്കുന്നു, ന്യൂ മെറ്റീരിയൽ കൊടുക്കുന്നു, വൈറ്റ് മെറ്റൽ എന്ന് കൊടുക്കാം. വൈറ്റ് മെറ്റൽ എന്ന് കൊടുത്തു. അപ്പോൾ ഇതിനും ഇപ്പോൾ ഇത് ഫ്ലാറ്റാണ്. ഇതിന് നമ്മൾ പ്രോപ്പർട്ടീസ് കൊടുക്കണം. അതായത് മെറ്റാലിക്ക് 0.95 കൊടുക്കുന്നു, റഫ്നെസ് ഒരു 0.2 കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് വൈറ്റ് ആയിട്ടുണ്ട്. ഇത്രയും വൈറ്റ് വേണ്ട, കുറച്ചൊരു ഗ്രേയിഷ് ഈ ഒരു കളറും. ഓക്കെ, എന്നിട്ട് ഞാൻ തിരിച്ച് ലേഔട്ടിൽ വരുന്നു. ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡറിൽ ഒരു വുഡിൻ്റെ ബാരൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.